സ്റ്റാർട്ട് സ്മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഇസ് മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനകത്ത് രണ്ട് തരത്തിലുള്ള മോഡൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് പെഡഗോജി മോഡൽ, പിന്നെ വരുന്നത് ആന്ത്രഗോജി മോഡലാണ്. സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് വൺ പെഡഗോജി മോഡൽ. പെഡഗോജി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആക്ച്വലി കൺവെൻഷണൽ അപ്രോച്ചാണ്, കുറച്ച് ട്രഡീഷണൽ ആയിട്ട് വരുന്നതാണ് പെഡഗോജി മോഡൽ. അത് നമ്മൾക്ക് എന്തുകൊണ്ടാണ് അത് കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ എന്ന് പറയാനായിട്ടുള്ള റീസൺ ആ ഒരു മോഡലിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ദ ഇൻസ്ട്രക്ടർ മോർ ഓർ ലെസ് കൺട്രോൾസ് ദ മെറ്റീരിയൽസ് ടു ബി ലേൺ ആൻഡ് ദ പേസ് ഓഫ് ലേണിംഗ് വൈൽ പ്രസൻറ്റിംഗ് ദ കോഴ്സ് കണ്ടന്റ് ടു ദ സ്റ്റുഡൻറ്റ്. ഈ ഒരു മോഡലിനകത്ത് ടീച്ചർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടറെ എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ കോഴ്സ് കണ്ടൻറ്റ് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് പഠിപ്പിക്കുന്ന ആ ഒരു കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽസ്, എന്ത് മെറ്റീരിയൽസാണ് സ്റ്റുഡൻസ് ലേൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലേണേഴ്സ് എന്ത് മെറ്റീരിയലാണ് ലേൺ ചെയ്യേണ്ടത്, ആ പേസ് ഓഫ് ലേണിംഗ് എന്തൊക്കെയാണ്, അതിനകത്ത് കൂടുതൽ കൺട്രോൾ ആർക്കുണ്ടാവും? ഇൻസ്ട്രക്ടർക്ക് ഉണ്ടാവും. ആ ഒരു ടൈപ്പ് മോഡലാണ് പെഡഗോജി മോഡൽ എന്ന് പറയുന്നത്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ പെഡഗോജി മോഡലിനെ ഇൻസ്ട്രക്ടർ സെൻറ്റേർഡ് ടീച്ചിങ് എന്ന് പറയാം. ഓക്കെ, ഇൻസ്ട്രക്ടർ സെൻറ്റേർഡ് ടീച്ചിങ് തന്നെയാണ് പെഡഗോജി അപ്രോച്ച് ഓർ പെഡഗോജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മോഡൽ പ്രകാരം ഈ പെഡഗോജിക്കൽ അപ്രോച്ചിനകത്ത് എന്താണ്, ലേണേഴ്സ് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇൻസ്ട്രക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ ലേണിങ്സിനും അവർ എന്തൊക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ എന്തൊക്കെ ലേൺ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ലേണർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്ട്രക്ടറിനെയാണ്. ഓക്കെ, ടീച്ചർക്ക് ഇവിടെ എന്താണുള്ളത്? ഫുൾ റെസ്പോൺസിബിലിറ്റി. എന്താണ് പഠിപ്പിക്കേണ്ടത്, എന്താണ് കുട്ടികൾ ലേൺ ചെയ്യേണ്ടത്, അങ്ങനെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ആരുടെ കയ്യിലാണ്? കൺട്രോളും റെസ്പോൺസിബിലിറ്റിയും ആരുടെ കയ്യിലാണ്? ടീച്ചേഴ്സിൻ്റെ കയ്യിലാണ് കേട്ടോ. സോ ദ ടീച്ചർ ഓർ ഇൻസ്ട്രക്ടർ ഇവാലുവേറ്റ്സ് ദ ലേണിംഗ് പ്രോസസ് ഓഫ് ദ സ്റ്റുഡൻസ്. ഇവിടെ ടീച്ചറാണ് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടീച്ചർ ഓർ ഇൻസ്ട്രക്ടർ. ഈ ഒരു ടൈപ്പ് മോഡലാണ് പെഡഗോജി മോഡൽ. ഇതിനകത്ത് സ്റ്റുഡൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് പഠിച്ചില്ലേ, അതിനകത്ത് അതോറിറ്റേറിയൻ മോഡൽ നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഈ പെഡഗോജി മോഡലിനകത്ത് വരുന്നത്. സോ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ 1-2 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ കോൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ആക്കി വയ്ക്കുക. ഓക്കെ, ദെൻ നമ്മളുടെ നെക്സ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോഡൽ എന്ന് പറയുന്നത് ആന്ത്രഗോജി ആണ്. ആക്ച്വലി ആന്ത്രഗോജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള മാൽക്കോമാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് ദ മോഡേൺ പ്രാക്ടീസസ് ഓഫ് അഡൾട്ട് ലേണിംഗ്. സോ അഡൾട്ട് ലേണിങ്ങിനെ തന്നെയാണ് ആന്ത്രഗോജി മോഡൽ എന്ന് പറയുന്നത്. ദ തിയറി വാസ് ആൻ അറ്റംപ്റ്റ് ടു ഡിഫറൻഷിയേറ്റ് ലേണിംഗ് ഇൻ ചൈൽഡ്ഹുഡ് ഫ്രം ലേണിംഗ് ഇൻ അഡൾട്ട്ഹുഡ്. സോ ഒരു ചൈൽഡ് ലേൺ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു അഡൾട്ട് ലേൺ ചെയ്യുന്നതും ഒരേപോലെയാണോ? ഒരിക്കലും അല്ല അല്ലേ. രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടാണ് ലേൺ ചെയ്യുന്നത്. ചൈൽഡ് എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തായിരിക്കും? ഒരു ബേസ് പോലും ഉണ്ടാവില്ല. ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് ആ കുട്ടി പുതിയതായിട്ടാണ് ലേൺ ചെയ്യുന്നത്. എല്ലാം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്. പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക അങ്ങനെയൊന്നുമില്ല. അഡൾട്ട് ലേണിങ്ങിനകത്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പുതിയ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് അത് പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിട്ട്, പ്രീവിയസ് നോളേജ് ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും അഡൾട്ട് ലേണിംഗ് വരുന്നത്. സോ ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് ഈ ഒരു തിയറി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ആന്ത്രഗോജി എന്ന് പറയുന്നൊരു മോഡൽ കുറച്ച് സർട്ടീൻ അസംഷൻസിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അസംഷൻസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് അഡൾട്ട് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പുറത്താണ്. ഓക്കെ, so andragogical model. In this model the learner is mostly self-directed and is responsible for his or her own learning. Andragogical മോഡലിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലേണർ എന്ന് പറയുന്നത് സെൽഫ് ഡയറക്റ്റഡ് ആണ്. അതുപോലെ ആ ഒരു ലേണറിൻ്റെ ലേണിങ്ങിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ലേണർ തന്നെയായിരിക്കും, അല്ലാതെ നമ്മൾ പെഡഗോജിനകത്ത് പറഞ്ഞ പോലെ ടീച്ചർ ആയിരിക്കില്ല. ഓക്കെ, സോ ഈ ഒരു മോഡൽ പ്രകാരം ഇൻസ്ട്രക്ടറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിസിപ്പൻസിൻ്റെ ലേണിംഗ്, അതായത് സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ ലേണിംഗ് ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവർ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ പുതിയ നോളേജ് അക്വയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, പുതിയ സ്കില്ലുകൾ അവരിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഒരു ഫെസിലിറ്റേറ്റർ റോളാണ് ഇവിടെ ഇൻസ്ട്രക്ടർ വഹിക്കുന്നത്. ഓക്കെ, ഈ ആന്ത്രഗോജിക്കൽ മോഡലിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സെൽഫ് ഇവാലുവേഷൻ ആണ്. അതായത് സ്റ്റുഡൻസ് തന്നെയായിരിക്കും അവരുടെ ലേണിംഗ് പ്രോസസ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ടീച്ചേഴ്സും ഇവാലുവേറ്റ് ചെയ്യും, പക്ഷേ
സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഈ ഒരു മോഡലിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ആന്ത്രഗോജിക്കൽ മോഡൽ അല്ലെങ്കിൽ ആന്ത്രഗോജിക്കൽ അപ്രോച്ച് തന്നെയാണ് അഡൾട്ട് ലേണിംഗ്. സോ അഡൾട്ട് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? അവരെന്തെങ്കിലും ഒരു പുതിയ കാര്യം ലേൺ ചെയ്യുമ്പോൾ അവരെപ്പോഴും അതിനെക്കുറിച്ച് അന്വേഷിക്കും. വൈ ദേ ആർ ലേണിംഗ്, നമുക്കത് ആവശ്യമുണ്ടോ, ലേൺ ചെയ്യുന്നതിൽ നമുക്ക് കാര്യമുണ്ടോ എന്നുള്ളത് അവർ അന്വേഷിക്കും. പക്ഷെ ഒരു ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരത് ലേൺ ചെയ്യും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് പോലും അവർ നോക്കില്ല, അല്ലേ? അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മോഡൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ആന്ത്രഗോജിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. ലേണേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലേണിംഗ് പ്രോസസ്സും അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. സെൽഫ് ഇവാലുവേഷനും നടത്തും. ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഈ മോഡലിനകത്ത് പഠിക്കാനായിട്ട്. ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ്, ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞു വെച്ചാൽ തന്നെ മതി. ഓക്കെ, സോ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്